നിമിഷപ്രിയയുടെ മോചനത്തിനായി ഈ ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. യമനി കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പരാമർശം. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏത് സമയവും അതായത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പല രീതിയിലുള്ള ആശങ്കകളുമുണ്ട്. ഏത് സമയം വേണമെങ്കിൽ അവരുടെ ശിക്ഷ നടപ്പാക്കാൻ ഉള്ള സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായ കുടുംബത്തിൻ്റെ, നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരിലായിരുന്നു. ഈ ഘട്ടത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ സാധ്യതകളും അടഞ്ഞുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പ്രതീക്ഷകളുടെ മണിക്കൂറുകളാണ് ഇതുള്ളത്. അതായത് ബുധനാഴ്ചയാണ് ഈ വധശിക്ഷ നടപ്പാക്കണമെന്ന് ഉത്തരവ് പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ജയിൽ അധികൃതർക്ക് അതിൻ്റെ ഉത്തരവ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണിക്കാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കൗൺസിൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിൽ ചൂണ്ടിക്കാണിച്ച പ്രധാന വിഷയം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇതിൽ കൃത്യമായി ഉണ്ടായാൽ ഒരുപക്ഷെ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ഈ ദിയാധനം സ്വീകരിക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. അതുകൊണ്ടൊരു പ്രഷർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതായിരുന്നു ഈ ഹർജിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദിയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇടപെടുന്നതിൽ കേന്ദ്രത്തിന് ചില പരിമിതികളുണ്ട്. അത് AG സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കവേ വധശിക്ഷ നടപ്പാക്കിയാൽ അത് സങ്കടകരമാകും എന്നുള്ള രീതിയിലുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ഒരു തരത്തിൽ പറയുമ്പോൾ ഒരു അനുകൂല നടപടി ഉണ്ടാകട്ടെ എന്നുകൂടിയായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കാണേണ്ടതായിട്ടുള്ളത് യമൻ പൗരന്റെ കുടുംബം എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം അവർ ഈ ദിയാധനം സ്വീകരിക്കാൻ അതിന് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ വധശിക്ഷ റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടക്കൂ എന്നുള്ളത് തന്നെയാണ്. സൂചിപ്പിച്ചതനുസരിച്ച് ബുധനാഴ്ചയാണ് യമൻ കോടതിയുടെ വിധി, ഈ വധശിക്ഷ നടപ്പാക്കേണ്ട തീയതി. പക്ഷെ കേസിന് വെള്ളിയാഴ്ചയാണ് സുപ്രീം കോടതി പരിഗണിക്കുക. അതിനിടയിൽ ഇനിയൊരു 2 ദിവസത്തെ സമയപരിധി മാത്രമാണുള്ളത്. ഇത് ഏത് രീതിയിൽ ഇനി കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കും? കേന്ദ്ര സർക്കാർ അത് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ടോം. അതായത് നിലവിൽ സാഹചര്യങ്ങൾ, അതായത് യമനിലെ ഭരണകൂടവുമായി ഇന്ത്യൻ എംബസി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ അവിടുത്തെ ശരീരത്ത് നിയമപ്രകാരം ഈ ശിക്ഷാവിധി റദ്ദാക്കണമെങ്കിൽ, വധശിക്ഷ റദ്ദാക്കണമെങ്കിൽ അതിൽ കുടുംബത്തിന് തന്നെയാണ് അതിന് ഏറ്റവും നിർണായകമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അവർ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ യമനിലെ ഈ നിയമം അനുസരിച്ച് ദിയാധനം സ്വീകരിച്ചാൽ മാത്രമേ ഈ വധശിക്ഷ റദ്ദാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചില പരിമിതികളുണ്ട്. മറ്റൊന്ന്, ഈ യമനിലെ നയതന്ത്ര ഇടപാടുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് ചില പരിമിതികളുണ്ട്. കാരണം ഇസ്രായേലും യമനുമായി സംഘർഷം തുടരുന്ന സാഹചര്യമുണ്ട്. ഹൂതികൾക്ക് കൂടുതൽ മേൽക്കുള്ള ഇടങ്ങളിലായിരുന്നു ഈ നിമിഷപ്രിയ താമസിച്ചിരുന്നത്. ഒപ്പം തന്നെ യമൻ പൗരന്റെ വസതിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹൂതികൾ ഇസ്രായേലിനുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നയതന്ത്ര ഇടപെടൽ ഇതിൽ സാധ്യമാകില്ല. ദിയാധനം സ്വീകരിക്കണമെന്നുള്ള ആവശ്യം യമൻ ഭരണകൂടത്തോട് മുന്നോട്ട് വെക്കാൻ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ബുധനാഴ്ച ഈ ശിക്ഷാവിധി നടപ്പാക്കാൻ പോകുന്നു, അതിനുശേഷം പരിഗണിക്കാമെന്നുള്ള രീതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിക്കും ഇതിൽ വേറൊരു തരത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ക്രൈമാണ്. അതിനുശേഷം അവിടുത്തെ കോടതി വിധിച്ച വിധിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുപ്രീം കോടതിക്ക് പരിമിതികളുണ്ട് അക്കാര്യത്തിൽ ഇടപെടാൻ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകണമെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ അതിൽ മറ്റ് യമൻ ഭരണകൂടത്തിന് ഏതെങ്കിലും തരത്തിലൊരു മാറ്റം സംഭവിക്കാൻ, അല്ലെങ്കിൽ അതിലൊരു ഇളവ് നൽകാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ മാത്രമേ സുപ്രീം കോടതി സംബന്ധിച്ച് ഒരു നിർദ്ദേശം നൽകാനാകൂ. പക്ഷേ അത് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എന്താണ് അവിടുത്തെ നിയമപ്രകാരം ചെയ്യാൻ പോകുന്നതെന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇനി യമനിലെ കൊല്ലപ്പെട്ട
കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബത്തിന് മാത്രമാണ് ഇനിയൊരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ശിക്ഷാവിധി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കുടുംബം എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതായത് മനുഷ്യാവകാശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനുമായി സംസാരിക്കുന്നുണ്ട്. അതിനിടെ യമന്റെ ആത്മീയ നേതാവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് ആ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ കൊല്ലപ്പെട്ട യമന്റെ പൗരന്റെ കുടുംബവുമായി ഭരണകൂടം സംസാരിക്കാൻ തയ്യാറാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എന്താകുമെന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകൾ ഈ നിമിഷപ്രിയയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇനി മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ്. കുടുംബം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ദിയാദനം ബ്ലഡ് മണി സ്വീകരിക്കാൻ ഈ കുടുംബം തയ്യാറാകുമെന്ന് തന്നെയാണ്. അതായത് ഏകദേശം $10 ലക്ഷം, അതായത് ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ 8.63 കോടി രൂപയാണ് ഇതിനായി കെട്ടിവെക്കേണ്ടത്. അത് നൽകാൻ തയ്യാറാണെന്ന് കുടുംബം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ, ബോബി ജൻ മുന്നൂർ ഉൾപ്പെടെയുള്ളവർ ഇതിനുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. നാട്ടുകാരൊക്കെ ഒന്നാകെ കൈകോർത്തുകൊണ്ട് ഈ മോചനത്തിനായി വേണ്ടി സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബം കഴിഞ്ഞ ദിവസം ചാണ്ടിയുമൻ MLA-ക്കൊപ്പം ഗവർണറെ കണ്ടിരുന്നു. ആ രീതിയിൽ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ യമൻ പൗരന്റെ കുടുംബം ദിയാധനം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുക? മിഥുൻ, ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ടോം, അതായത് അവിടുത്തെ ശരീരത്ത് നിയമപ്രകാരം ഒരു ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് റദ്ദാക്കണമെങ്കിൽ ആ കുടുംബം തന്നെ തീരുമാനിക്കണം. അതായത് ആർക്കാണോ ജീവഹാനി സംഭവിച്ചത് ആ കുടുംബത്തിന് ഈ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് ഇയാളെ കുറ്റവിമുക്തനാക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കാം. അത് കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സെറ്റിൽമെന്റ് പുറത്ത് നടത്താനുള്ള ഒരു നിയമം യമനിൽ ഉണ്ട്. അതാണ് ശരീരത്ത് നിയമം പറയുകയും ചെയ്യുന്നത്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യൂ. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു പ്രഷർ ചെലുത്താൻ മാത്രമേ സാധിക്കൂ. അതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പലതവണ വിദേശകാര്യ മന്ത്രാലയത്തിനും ഒപ്പം തന്നെ പ്രധാനമന്ത്രിക്കും കത്തയക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു നൽകണം, ഒരു ജീവന്റെ കാര്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ കേന്ദ്രത്തിനും ഇതിന് പരിമിതികളുണ്ട്. മറ്റൊരു രാജ്യത്ത് നടന്ന ക്രൈമാണ്. അതുമായി ബന്ധപ്പെട്ട നയതന്ത്ര തലത്തിലടക്കം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം, ഇസ്രായേലും ഒപ്പം തന്നെ യമനുമായി സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ ഇസ്രായേലിന് അനുകൂല നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്ന സാഹചര്യം, അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് യമൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുന്ന ഒരു വ്യവസ്ഥയും പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അത് കാത്തിരിക്കും. ഇനി ഈ ശിക്ഷാവിധി റദ്ദാക്കുമോ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് അതനുസരിച്ച് മാത്രമാകാം. അതല്ല എങ്കിൽ മറിച്ചൊരു സംഭവം ഉണ്ടാകും. നിലവിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ നൽകിയ ഉത്തരവ് പ്രകാരം ജയിലധികൃതർ ആ നടപടിയുമായി മുന്നോട്ട് പോകും, ശിക്ഷാവിധി നടപ്പാക്കുകയും ചെയ്യും. അതാണ് ഒരാശങ്ക ഉയർത്തുന്ന കാര്യം. അങ്ങനെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ കുടുംബവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി, അവരുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവസാന ഘട്ടത്തിലും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും അതോടൊപ്പം കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിൻ്റെ നിലപാടുമാണ് നിർണായകമാകുക.